പ്രിയ ഉദ്യോഗാർത്ഥികളെ, മറ്റൊരു വമ്പൻ തൊഴിലവസരം കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് വന്നിരിക്കുകയാണ്, ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുകയാണ്. കേരള ഗ്രാമീൺ ബാങ്ക് 600-ൽ പരം വേക്കൻസികൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഓഫീസർ തസ്തികകളിലേക്കും ഓഫീസ് അസിസ്റ്റൻ്റ് അഥവാ ക്ലറിക്കൽ തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊരു വമ്പൻ അവസരമെന്ന് പറയാൻ കാരണം കേരളത്തിൽ തന്നെ തൊഴിൽ ചെയ്യാനുള്ളൊരു അവസരവും കൂടെയാണ്. പൊതുമേഖലാ ബാങ്കിലാകുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ, സംസ്ഥാനം വിട്ടുള്ള ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരും. ഇതങ്ങനല്ല, കേരളത്തിൽ തന്നെ നിൽക്കാം. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്, ഗ്രാമീൺ ബാങ്കുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് 100% ഗവൺമെൻറ് ബാങ്കാണ്. അതായത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ്: കേന്ദ്ര ഗവൺമെൻറ് 50% ഷെയർ, സംസ്ഥാന ഗവൺമെൻറ് 15% ഷെയർ, 35% ഷെയർ ഒരു സ്പോൺസേഡ് ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് കനറ ബാങ്കാണ്. അപ്പോൾ ഒരു വലിയ അവസരം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 21/9/2025, അതായത് സെപ്റ്റംബർ 21, 2025 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി, ക്ലറിക്കലിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും. ഇനി പരീക്ഷകൾ നടക്കാൻ പോകുന്നത് നവംബർ ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ നമുക്ക് സഫീഷ്യൻറ്റ് ടൈമുണ്ട്. നവംബർ ഡിസംബർ മാസത്തിലാണ് പ്രിലിമിനറി എക്സാംസ് രണ്ടിൻ്റെയും, ക്ലറിക്കലിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത്. മെയിൻസ് എക്സാമിനേഷൻ ഓഫീസേഴ്സിൻ്റെത്, ഓഫീസ് അസിസ്റ്റൻ്റ് നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. മെയിൻസ് നടക്കുന്നത് ഡിസംബറിലാണ്. അപ്പോൾ നവംബർ ഡിസംബർ മാസത്തിൽ പ്രിലിമിനറി നടക്കും. ഡിസംബറിൽ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻസ് സിംഗിൾ ഓഫീസ്, അതായത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ആണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഫെബ്രുവരി മാർച്ചിലാണ്, എന്ന് പറഞ്ഞാൽ 2026. അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു തൊഴിൽ കിട്ടാനുള്ളൊരു വലിയ അവസരമാണ്. നിങ്ങൾ അത് എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവസാന നിമിഷം വരെ, 21-ാം തീയതി വരെ കാത്തിരിക്കരുത്. ഷൂട്ട് യുവർ ആപ്ലിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കണം. അവസാന നിമിഷത്തെ ഡേറ്റ കൺജഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. ഇനി ഏജ് എന്ന് പറയുന്നത് ഓഫീസ് അസിസ്റ്റൻസിന് 18-28, മിനിമം 18, മാക്സിമം 28. ഓഫീസേഴ്സിനാണെങ്കിൽ 18-30. ഓഫീസർ സ്കെയിൽ 1 18-30, അതായത് പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്നതിന് അസിസ്റ്റൻറ്റ് മാനേജർ 18-30. ഇതാണ് അവരുടെ ഏജ് ലിമിറ്റ് അവർ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപേക്ഷ IBPSൻ്റെ വെബ്സൈറ്റിൽ IBPS.in എന്ന വെബ്സൈറ്റിൽ പോകുമ്പോൾ ഡീറ്റെയിൽസ് ഉണ്ടാകും. അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതിനകത്ത് മാർക്ക് പ്രിസ്ക്രിപ്ഷൻ, പെർസെൻറ്റേജ് പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ ഇല്ല. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫീസ് അസിസ്റ്റൻസിനാണെങ്കിൽ 80 ചോദ്യം 80 മാർക്ക് 45 മിനിറ്റ്. റീസണിങ് 40 ചോദ്യം 40 മാർക്ക്. ന്യൂമറിക്കൽ എബിലിറ്റി 40 ചോദ്യം 40 മാർക്ക്. ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ റീസണിങ് 40 ചോദ്യം 40 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യം 40 മാർക്ക്. അപ്പോൾ 80 മാർക്ക് 80 ചോദ്യത്തിൽ നിന്ന് 45 മിനിറ്റ്. രണ്ടും 45 മിനിറ്റ് സമയമാണ് ക്ലറിക്കലിനും ഓഫീസേഴ്സിനും. ഇനി മെയിൻസ് എക്സാമിനേഷനിൽ പോകുമ്പോൾ 200 ചോദ്യമാണ് ക്ലറിക്കൽ ഓഫീസ് അസിസ്റ്റൻസിന്. 200 മാർക്ക് 120 മിനിറ്റ് അഥവാ 2 മണിക്കൂർ. ടോപ്പിക്സ് റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി. ഓഫീസേഴ്സിലേക്ക് വരുമ്പോൾ റീസണിങ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതും 200 ചോദ്യം 200 മാർക്ക് 120 മിനിറ്റ്. വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇനി പഠിച്ചു തുടങ്ങിയാലും വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. അതിനു മുമ്പായി IBPS.in പോയി നിങ്ങളുടെ എലിജിബിലിറ്റി പരിശോധിക്കുക, അപേക്ഷ സമർപ്പിക്കുക, പഠിക്കുക. ICDയുടെ അടുത്ത ബാച്ച് സെപ്റ്റംബർ 21-നാണ് ഓഫ്ലൈൻ ബാച്ച് തുടങ്ങുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ICDkollam.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കരസ്ഥമാക്കുക. സെപ്റ്റംബർ 21 അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ICD കൊല്ലം ഓൺലൈൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ഡൗൺലോഡ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എപ്പോൾ വേണോ ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, നന്നായി പഠിക്കുക, പ്രതീക്ഷയോടെ പഠിക്കുക. അതാണ് ജീവിത വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നല്ലത് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.